നമ്മളിന്ന് കുമ്പളങ്ങി പിന്നെ പരിപ്പും കൂടെയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പരിപ്പിനെ ഈ പാത്രത്തിലേക്ക് ഇടാം. കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കാം. പരിപ്പിനെ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ തക്കാളിയും കൂടി ഇട്ട് വെക്കാം. മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം. കൂട്ട് വെക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇത് പാഴണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കൂട്ടാൻ പെട്ടെന്ന് കേടുവരുള്ളൂ. ഇവിടെ ഇടിയും മഴയൊക്കെ ആയത് കാരണം കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് തിളക്കട്ടെ, ഇല്ലെങ്കിൽ പുളിയുടെ ചുവ ഉണ്ടാവുള്ളൂ. അത് നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങ ഇട്ട് വെക്കാം. കുറച്ചിട്ട് വെക്കുന്നു. ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. കൂട്ടാനായണം. ഇനി നമുക്കിത് വറുത്തിടണം. നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. കൂട്ടാൾക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഇഷ്ടപ്പെട്ടു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.